നമ്മുടെ കല്യാണിയുടെ കെട്ടിയോൻ നാളെ പോവുകയാണ്. ഫോട്ടോ കാട്ടാ നാളെ പോവുകയാണ്. ഇന്ന് രാത്രി 10 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് പോലെ അങ്ങനെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്യാണി ഇപ്പോൾ ഇവിടെ ഒരു ഒറ്റയ്ക്കാണ്. ഇത് നമ്മുടെ കസിനാണ് കേട്ടോ, കണ്ണൻ. ഇവൻ്റെ ഉള്ളിൽ വ്ളോഗർ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത് ഗൈസ്. ചെക്കൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞ കാര്യമാണ് നമ്മളെ കട്ട പോവാണ് കേട്ടോ തിരിച്ച്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ചാറൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും ഏട്ടനും കൂടെ. ഇത്തവണത്തെ ലീവ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഫീൽ ആവണു. എനിക്കും ഉണ്ടായിരുന്നു ഇതേ സിറ്റുവേഷൻ. കാരണം ഞാൻ അല്ലൂട്ടനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് 9 മാസം ആയിട്ടാണ് വൈശാട്ടനെ ഫസ്റ്റ് കാണുന്നത് പോലും. നമ്മളെ സങ്കടം ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്താ, ചെക്കൻ അവിടെ ഇരുന്നിട്ട് എന്തോ ചളി അടിക്കാൻ കേട്ടോ. ഇതൊന്നും ഇടല്ലേ എൻ്റെ പൊന്നു ചേച്ചിയെ എന്ന് പറഞ്ഞ് കൈയും കാലം പിടിച്ചോണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ഓൺ വോയിസ് ഇടാത്തത്. പോകുന്ന സങ്കടത്തിലാന്ന് തോന്നുന്നു നമ്മുടെ കട്ട ചെയ്ത് കണ്ടോ ഗൈസ്. പാൻറ് എടുത്തിട്ടതാണ് വള്ളി ബാക്കിലോട്ടാണ് കെട്ടുന്നത്. തിരിഞ്ഞു പോയി ഗൈസ്. പോയി കഴിഞ്ഞാൽ ആകെ എന്തോ ഉണ്ടാവും. ആകുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. ദൃശ്യന്റെ വീട്ടിലെ നിങ്ങളുണ്ടല്ലോ ആ വീവറില്ലാത്ത ആ പൊട്ടത്തിന് വീട്ടിൽ ആരെ നിൽക്കൂടോ? ഈ പറയും എന്റെ അമ്മേനെ വീട്ടിൽ ആരെ നിൽക്കോ അല്ലേ? ഈ പറയും ഉണ്ടോന്നല്ലാന്നോ പറയും. ജാങ്കോ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ അല്ലൂട്ടൻ്റെ. ഇത്രയും നേരം നല്ല രസമായിരുന്നു. കണ്ണം പോയതോടെ ആ രസം അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ പോവാണ്. ഏട്ടൻ്റെ കസിൻസാണ് കേട്ടോ എല്ലാവരും. ഇടയ്ക്ക് ഞാൻ നൈസായിട്ട് നമ്പർ ഇട്ട് അച്ഛൻ മാൽദീവ്സിലേക്ക് തിരിച്ചു പോകാണ് മക്കളെ എന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടെ ഏട്ടൻ്റെ പിന്നാലെ കൂടിയതാണ് കേട്ടോ. ഏട്ടൻ പറഞ്ഞത് നന്നായി, ഇനിയിപ്പം എയർപോർട്ടിലേക്ക് അവനെ കൊണ്ടാക്കാൻ പോകാനൊന്നും ഇവർ സമ്മതിക്കുന്നുണ്ടാവില്ല എന്ന്. ഇനിയിപ്പോൾ ഏട്ടൻ തിരിച്ചു പോകുമ്പോഴായിരിക്കും അവസ്ഥ. കാരണം ഇപ്പം ഏട്ടനില്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ള അവസ്ഥയായിട്ട് രണ്ടുപേരും, പിന്നെ ഞാനും. കല്യാണിയുടെ അച്ഛനും അമ്മയും അതുപോലെ അശ്വനിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകാൻ ഏറെക്കുറെ സമയമായി തുടങ്ങി. അടുത്ത ഞാൻ എന്നെ ട്രോളുന്ന ഒരാളെ കാണിച്ചു തരാം കേട്ടോ. റോട്ടുമ്പോൾ കൂടെയൊക്കെ പോകുമ്പോൾ ഹലോ ഗായ്സ് എന്നൊരു ഒച്ച കേട്ടോ. അപ്പോൾ ഉറപ്പിക്കുക വിശോഭേട്ടനാണെന്ന്. അപ്പോൾ വിശോഭേട്ടൻ വന്നപ്പോൾ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചാണ് ഞാൻ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. തുമ്പമ്മേ വലിയ കാര്യത്തിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കട്ട പോകാൻ റെഡിയായി ഇറങ്ങുകയാണ് ഗായ്സ്. അവനടുത്ത് തന്നെ വരും കേട്ടോ. ഇനി അവളുടെ ഡെലിവറിക്ക് എന്തായാലും വരും. അപ്പം എന്നാലും ഒരു സങ്കടം അല്ലേ, ചെറിയൊരു സങ്കടം ഗായ്സ്. ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ. ഇവരോട് ടാറ്റ ബേബി പറഞ്ഞ് ഇവർ പോകുന്നൊരു സമയമുണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ചവർക്കാണ് ശരിക്കും മനസ്സിലാവും. എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ 2 ഡെലിവറിക്കും വൈശാട്ട നാട്ടിലുണ്ടായിരുന്നില്ല. ആ ഒരു സമയമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ്റെ പ്രസൻസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഡെലിവറിക്കൊക്കെ വരുമല്ലോ, ആ ഒരു സമാധാനം ഉണ്ട്. എന്നാലും ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. നമ്മളെ കൂടെ എപ്പോഴും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ഇവർ. അപ്പം ആ ഒരു മിസ്സിങ് വല്ലാത്തൊരു തന്നെയാണ്. അങ്ങനെ എന്തായാലും കട്ട പോയി ഗൈസ്. ഇനി അവൻ തിരിച്ചു വരുമ്പോൾ ഇനിയും നമുക്ക് അവനെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ അങ്ങനെ അവർ പോയി, ഞങ്ങളിതാ തിരിച്ചു പോന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടെ അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോയി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.